പാലക്കാട് വല്ലപ്പുഴയിൽ പൊള്ളലേറ്റ് ചികിത്സയിലായിരുന്ന 12 വയസ്സുകാരി മരിച്ചു. വല്ലപ്പുഴ ചെറുകോട് മുണ്ടക്ക് പറമ്പിൽ പ്രദീപിന്റെ മകൾ നിഖയാണ് മരിച്ചത്. അമ്മ ബീന ഇന്നലെ മരിച്ചിരുന്നു. കഴിഞ്ഞ ദിവസമാണ് വീടിനുള്ളിൽ ബീനയെയും 2 മക്കളെയും പൊള്ളലേറ്റ നിലയിൽ കണ്ടെത്തിയത്. ഇക്ബാൽ അറക്കൽ, എന്താണ് ഇക്ബാൽ പുതിയ വിശേഷങ്ങൾ? നികേഷ്, ഇന്നലെ പുലർച്ചെ 2:30 മണിയോടുകൂടി ഈ ബീനയുടെ മുറിയിൽ നിന്ന് ഈ കുട്ടികളുടെ കരച്ചിൽ കേട്ട് വീട്ടുകാർ പരിശോധിച്ചപ്പോഴാണ് ബീനയും 2 കുട്ടികളെയും ഈ പൊള്ളലേറ്റ നിലയിൽ കണ്ടെത്തിയത്. ഉടൻ തന്നെ ഈ 3 പേരെയും ബന്ധുക്കൾ ചേർന്ന് ആശുപത്രിയിലേക്ക് എത്തിച്ചിരുന്നു. പക്ഷേ ഇതിനോടകം തന്നെ ബീന മരിക്കുകയായിരുന്നു. പിന്നീട് ഗുരുതരമായി തന്നെ പൊള്ളലേറ്റിട്ടുണ്ടായിരുന്ന ഈ 2 കുട്ടികളെയും തൃശ്ശൂർ മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് മാറ്റുകയായിരുന്നു. ഇതിൽ തന്നെ നിഖയ്ക്ക് 90%-ലധികമാണ് ശരീരത്തിൽ പൊള്ളലേറ്റിരുന്നത്. ഈ കുട്ടി വിദഗ്ധ ചികിത്സയിൽ ഇരിക്കുമ്പോൾ ഇന്ന് രാവിലെയോടുകൂടി നിഖയുടെ മരണ വാർത്തയും പുറത്തു വന്നത്. കടുത്ത സാമ്പത്തിക പ്രയാസം ഈ കുടുംബത്തിന് ഉണ്ടായിരുന്നു. ഈ ബീനയുടെ ഭർത്താവ് കണ്ണൂരിൽ ഒരു മരപ്പണിശാലയിലാണ് ജോലി ചെയ്യുന്നത്. ഇവർ വലിയ രീതിയിൽ ഈ സാമ്പത്തികമായി ബുദ്ധിമുട്ട് നേരിടുന്നതായാണ് ബന്ധുക്കൾ പറയുന്നത്. ഒരുപക്ഷെ ഇതിന്റെ മനോവിഷമത്തിലായിരിക്കാം ഇത്തരത്തിലൊരു ശ്രമം, ഇവർ തന്നെ ആത്മഹത്യ ചെയ്തതായിരിക്കാം എന്ന നിഗമനത്തിലാണ് പോലീസ് ഉൾപ്പെടെ ഉള്ളത്. ഏതായാലും ഇതുമായി ബന്ധപ്പെട്ട അന്വേഷണം നടക്കുകയാണ്. ഇന്നലെയോടുകൂടി ബീന മരണപ്പെട്ടിരുന്നു. ഇന്ന് ചികിത്സയിൽ ഇരിക്കുകയാണ് ഈ 12 വയസ്സുകാരിയായ മകൾ നിഖ തൃശ്ശൂർ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ വെച്ച മരിച്ചത്. ഇവർ താമസിച്ചിരുന്ന മുറിയുടെ ഈ ബെഡിൽ മണ്ണെണ്ണ ഒഴിച്ച് തീയിട്ട നിലയിലാണ് ഇവരെ കണ്ടെത്തിയത്. ആശുപത്രിയിലേക്ക് എത്തിച്ചെങ്കിലും ബീന മരണപ്പെടുകയായിരുന്നു. ചികിത്സയിൽ ഇരിക്കുകയാണ് മകൾ നിഖ, 12 വയസ്സുകാരി, മരിച്ചത്. ഇക്ബാലാണ് വിശദാംശങ്ങൾ നൽകുന്നത്.